എല്ലാവർക്കും മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. We have studied the definite integral of continuous functions of single variables f of x over a closed interval ab as the limiting case or the limit of the Riemann sum as integral a to b f of x dx equal to limit norm p tends to 0 sigma f of xk into delta xk. ഇത് നമ്മൾ വിശദമായി പഠിച്ചതാണ്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ റീമാൻ സമ്മിൻ്റെ ലിമിറ്റ് ആയിക്കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന്. വി ക്യാൻ എക്സ്റ്റെൻഡ് ദ സെയിം ഐഡിയ ടു ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് functions in two variables defined in a region R, like this. We call such integrals as double integrals. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഈ ടു വേരിയബിളിൻ്റെ കാര്യത്തിലും ഇൻ്റഗ്രൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത്. അതിനെ ഡബിൾ ഇൻ്റഗ്രൽ എന്നാണ് അറിയപ്പെടുക. സിംഗിൾ വേരിയബിളിൻ്റെ ഫംഗ്ഷനിൽ നമ്മൾ ചെയ്തിരുന്നത് ആ റീജിയനെ ഇതുപോലെ റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയകളുടെ സമ്മിനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലായിട്ട് നമ്മൾ ഈ ലിമിറ്റ് കേസ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ റീജിയനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ഈ റെക്റ്റാങ്കിളുകളുടെ ഏരിയകളുടെ സമ്മിനെയാണ് ഇവിടെയും നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇക്കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഏരിയ ഈ റീജിയൻ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം റെക്റ്റാങ്കിൾസിന് ചൂസ് ചെയ്യാൻ. അപ്പോൾ അത്രയും ചെറുതായ രീതിയിൽ ചൂസ് ചെയ്താലേ ഈ റീജിയനെ മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നമ്മൾ ഈ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനി അങ്ങനെ കിട്ടുന്ന ഡെഫിനിറ്റ് ഇൻ്റഗ്രലുകളെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇവിടെ ഈ ബൗണ്ടറികൾ, ഈ റീജിയനെ തീരുമാനിക്കുന്ന ബൗണ്ടറികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബൗണ്ടറികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ടൈപ്പ് റീജിയനുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന്, സപ്പോസ് ദ റീജിയൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ, സപ്പോസ് വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് ലൈക്ക് ദിസ്, എക്സ് ആക്സിസ്. Suppose the region is determined by, it is x-axis, it is A and B, that is x lies in between A and B, and the boundary of this one, this boundary, suppose this boundary is denoted by y equal to g1 of x, and this is y equal to g2 of x, that is y lies in between g1 of x and g2 of x. ഇങ്ങനെ, അതായത് ടൈപ്പ് 1 റീജിയൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയാണ്. രണ്ട് ബൗണ്ടറികൾ ഇതുപോലെ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, g1 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു g2 ഓഫ് എക്സ് എന്ന രൂപത്തിലുള്ള രണ്ട് ഇനീക്വാളിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റീജിയൻ. മറ്റൊന്ന് ഇങ്ങനെയാണ്, y ലൈസ് ഇൻ ബിറ്റ്വീൻ ടു നമ്പേഴ്സ്, സപ്പോസ് ഇറ്റ് ഈസ് c ആൻഡ് d, ദാറ്റ് ഈസ് c ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു d, ആൻഡ് ദ കർവ് ലൈക്ക് ദിസ്, x ഈക്വൽ ടു h1 ഓഫ് y and x equal to h2 of y, that is h1 of y less than or equal to x less than or equal to h2 of y. അതായത് മറ്റൊരു റീജിയൻ നമുക്ക് കാണാൻ കഴിയുക ഇതുപോലെ രണ്ട് ഇനീക്വാളിറ്റികൾ തീരുമാനിക്കുന്ന ഇത്തരം രണ്ട് ഒരു റീജിയനും. ഇങ്ങനെ രണ്ട് റീജിയനുകളാണ് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്നതായിട്ടുണ്ടാവുക. മറ്റുള്ളതുകൊണ്ട് നമുക്കതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇനീക്വാളിറ്റികൾ തീരുമാനിക്കുന്ന രണ്ട് റീജിയനുകൾ, ഈ റീജിയനെ നമ്മൾ ടൈപ്പ് 1 റീജിയൻ എന്നും ഇതിനെ ടൈപ്പ് 2 റീജിയൻ എന്നും പറയും. ഇങ്ങനെയുള്ള റീജിയനുകളിൽ എങ്ങനെയാണ് നമ്മുടെ ഡബിൾ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്.
ടൈപ്പ് 1 റീജിയനിൽ ഡബിൾ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദിസ് ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഈക്വൽ ടു integral x equal to a to x equal to b and integral y equal to g1 to y equal to g2 f of xy dy dx എന്നാണ്. ഇനി അതുപോലെ സെക്കൻഡ് റീജിയനിലാണെങ്കിൽ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുക ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദിസ് region R f of xy dA equal to integral y equal to c to y equal to d integral h1 to അതായത് x equal to h1 to x equal to h2 f of xy dx dy എന്ന് പറയും. ഇവിടെ നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആ കിട്ടുന്ന റിസൾട്ടിനെ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇവിടെയാണെങ്കിൽ ആദ്യം നമ്മൾ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും, പിന്നീട് എക്സിലും ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഈ ഡബിൾ ഇൻ്റഗ്രലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത് വേരിയബിൾ ടൈപ്പ് ലിമിറ്റ് വരുന്നത് എവിടെയാണോ, അതായത് വേരിയബിൾ ഉൾക്കൊള്ളുന്ന ലിമിറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ ഉൾപ്പെടുന്ന ഇൻ്റഗ്രലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സപ്പോസ് വൈ ഈക്വൽ ടു g2 ഓഫ് എക്സ് എന്ന് പറയുന്ന രൂപത്തിലാണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഏത് വേരിയബിൾ ടൈപ്പിൽ വരുന്ന ലിമിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആ കിട്ടുന്ന റിസൾട്ടിനെ പിന്നെ നമ്മൾ കോൺസ്റ്റൻറ്റ് ലിമിറ്റുകൾ വരുന്ന ഇൻ്റഗ്രേഷനും കൂടെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. നമുക്ക് എക്സാമ്പിൾ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ടൈപ്പ് 1 റീജിയനിലും ടൈപ്പ് 2 റീജിയനിലും ഡബിൾ ഇൻ്റഗ്രൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. That is, if f be a continuous function on a region R and if R is of type 1 and the region is given by a less than or equal to x less than or equal to b, g1 less than or equal to y less than or equal to g2, then double integral over R f of x y dA equal to integral x equal to a to x equal to b, y equal to g1 to y equal to g2 f of xy dy dx. Similarly, if R is of type 2, that is the region is given by the inequalities c less than or equal to y less than or equal to d, h1 less than or equal to x less than or equal to h2, then double integral over R f of xy dA equal to integral y equal to c to y equal to d, x equal to h1 to x equal to h2 f of xy dx dy എന്ന്. ലൈൻ ഇൻ്റഗ്രലിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രോപ്പർട്ടീസ് ഇവിടെയും നമുക്ക് പറയാൻ കഴിയും. ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ, സി ഈസ് എ കോൺസ്റ്റൻറ്റ്, സി ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി ഐ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ദാറ്റ് ഈസ് സി ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ. അതുപോലെ സം ആൻഡ് ഡിഫറൻസ് റൂൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അഡിറ്റിവിറ്റി റൂളും, അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R1 എഫ് ഓഫ് എക്സ് വൈ ഡി എ പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R2 എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന്. അതായത് ആർ എന്ന് പറയുന്നത് R1 R2 എന്ന രണ്ട് റീജിയനുകളുടെ സമ്മായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നോൺ ഓവർലാപ്പിംഗ് റീജിയൻസ് എന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നോൺ ഓവർലാപ്പിംഗ് റീജിയൻസ് R1 ആൻഡ് R2 ആണെങ്കിൽ ആ ഒരു റീജിയൻ ആറിനെ നമുക്ക് ഇതുപോലെ ആറിലെ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. ഇക്കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർത്തിരിക്കണം. ഡബിൾ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ റീജിയൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഇനീക്വാളിറ്റികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ടൈപ്പ് 1 റീജിയൻ ആയാലും ടൈപ്പ് 2 റീജിയൻ ആയാലും ആ ഈ ഇനീക്വാളിറ്റികൾ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ, ആ റീജിയൻ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റീജിയൻ്റെ ഒരു റഫ് സ്കെച്ച് നമ്മൾ ഫോം ചെയ്യുക, ഒരു റഫ് സ്കെച്ച് വരയ്ക്കുക. അങ്ങനെ ആ കിട്ടുന്ന റഫ് സ്കെച്ചിൽ നിന്നും നമുക്ക് അതിൻ്റെ ബൗണ്ടറികൾ തീരുമാനിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അവിടെ ബൗണ്ടറികൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒന്നുകിൽ ഇതുപോലെ നമ്മൾ വരച്ച ബൗണ്ടറിയിൽ ഒരു തന്നിരിക്കുന്ന റീജിയനിൽ ഒരു വെർട്ടിക്കൽ ലൈൻ കൺസിഡർ ചെയ്യുക. ഈ വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് എക്സിൻ്റെയും
വൈയുടെയും വേരിയേഷൻസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്നുകിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അതുപോലെ G1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു G2 എന്നോ, അല്ലെങ്കിൽ C ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു D, H1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു H2. ഇതുപോലെ ആദ്യം രണ്ട് ഇനീക്വാളിറ്റികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ ഇനീക്വാളിറ്റികൾ നമ്മുടെ ബൗണ്ടറി തീരുമാനിക്കുന്നതാണ് എന്നുള്ളത് ഓർമ്മയിലുണ്ടാവണം. അതാണ് ആദ്യം ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തത്, നമ്മൾ ഈ ഇനീക്വാളിറ്റികൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് വരുന്ന, അതായത് എക്സ് ഈക്വൽ ടു എ ടു എക്സ് ഈക്വൽ ടു ബി എന്നോ, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു സി ടു വൈ ഈക്വൽ ടു ഡി എന്നോ, ഇതുപോലെ കോൺസ്റ്റൻറ്റുകളായിട്ട് വരുന്ന ലിമിറ്റുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ വേരിയബിൾ ടൈപ്പ് ലിമിറ്റുകളും ചിലപ്പോൾ ഉണ്ടാവും. ദാറ്റ് ഈസ് G1 ഓഫ് എക്സ് ടു G2 ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് എന്ന് എഴുതിയതുപോലെ. ഇനി മറ്റൊരു കാര്യം നമുക്ക് എഴുതാനുള്ളത്, ചിലപ്പോൾ നമുക്കിവിടെ ഉണ്ടാവുക ഈ വേരിയബിൾ ടൈപ്പ് ഉണ്ടാകുന്നത് ഇതുപോലെ ആയിരിക്കും. ദാറ്റ് ഈസ് H1 ടു H2 എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് വേരിയബിൾ ടൈപ്പ് ഇൻ്റഗ്രൽ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ആ കിട്ടുന്ന റിസൾട്ടിനെ കോൺസ്റ്റൻറ്റ് ലിമിറ്റിലേക്ക് അപ്ലൈ ചെയ്യും. അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെ വേരിയബിൾ ടൈപ്പ് ലിമിറ്റുകളെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ കിട്ടുന്ന റിസൾട്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് ലിമിറ്റുകളും അപ്ലൈ ചെയ്ത് റിസൾട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 1 to 2 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം ഇത് ഇൻ്റഗ്രൽ 1 to 2 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റിന് എക്സ് ഈക്വൽ ടു 1 to എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഇതാണെങ്കിൽ വൈ ഈക്വൽ ടു 0 to വൈ ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 to വൈ ഈക്വൽ ടു 1 ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 1 to എക്സ് ഈക്വൽ ടു 2 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ റീജിയൻ ഡയറക്റ്റ് തന്നത് കൊണ്ട് നമുക്ക് ഇനി എഴുതണമെന്നോ വരയ്ക്കണമെന്നോ ഇല്ല. പക്ഷെ എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അതായത് വൈ ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനുകൾ, റീജിയൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്ന ഒന്നാമത്തത്. അപ്പോൾ ആദ്യം ഞാൻ വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ദിസ് ഇസ് വൈ ഈക്വൽ ടു 1. ഇതാണ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഇനി വൈ ഈക്വൽ ടു 0 ആണ്. വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസ് തന്നെയാണ്. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. സപ്പോസ് ഇതാണ് എക്സ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ, ദിസ് ഇസ് എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1. ഇനി അടുത്തത് എക്സ് ഈക്വൽ ടു 2 ആണ്. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സമയത്ത് ഏകദേശം എത്രത്തോളം വരും? ഇത് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ബൗണ്ടറികൾ വൈ ഈക്വൽ ടു 1, y equal to 0, x equal to 1 and x equal to 2. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ ആർ എന്ന റീജിയൻ ഇതാണ്. ഈ റീജിയനിലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഡബിൾ ഇൻ്റഗ്രലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ രണ്ടും കോൺസ്റ്റൻറ്റ് ലിമിറ്റുകളായതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, പിന്നെ എക്സിൽ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം എക്സിൽ ചെയ്യാം, പിന്നീട് വൈയിൽ ചെയ്യാം. രണ്ടും സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് തരിക. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഹിയർ വൈ ഈക്വൽ ടു 0 to വൈ ഈക്വൽ ടു 1. ഇനി ഈ ഇൻ്റഗ്രലാണ് നമുക്ക് ചെയ്യേണ്ടത്. എക്സ് ഈക്വൽ ടു 1 to എക്സ് ഈക്വൽ ടു 2 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് എന്നാണ്. അപ്പോൾ എക്സിലാണ് ആദ്യം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയറിനെ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 എന്നാണ് കിട്ടുക. പ്ലസ് വൈ സ്ക്വയറിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് വൈ സ്ക്വയർ ഈസ് ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എന്നാണ് ഉണ്ടാവുക. സോ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് മാത്രമാണ് നമുക്ക് കിട്ടുക. ഇവിടുത്തെ ലിമിറ്റ് എക്സ് ഈക്വൽ ടു 1 to എക്സ് ഈക്വൽ ടു 2 ആണ്. ഇനി ഈ കിട്ടുന്ന റിസൾട്ടിന് നമ്മൾ എന്ത് ചെയ്യണം? വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 to വൈ ഈക്വൽ ടു 1. ഇനി എക്സ് ക്യൂബ് ബൈ 3
പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സിന് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആദ്യം x³ നെ നമുക്ക് 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8/3 പ്ലസ് 2y² എന്ന് കിട്ടും. എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി മൈനസ് 1 ആണ് ചെയ്യേണ്ടത്. 1/3 പ്ലസ് 1 ഇൻറ്റു y². ഈ കാണുന്നതിനെ എന്ത് ചെയ്യണം? വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു 1. 8/3 മൈനസ് 1/3 നമുക്ക് കിട്ടുന്നത് 7/3 എന്ന് കിട്ടും. പ്ലസ് 2y² മൈനസ് y² ദാറ്റ് ഈസ് പ്ലസ് y² എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുക. ദാറ്റ് ഈസ് 7/3ൻ്റെ വൈയിലുള്ള ഇൻ്റഗ്രൽ 7/3y എന്ന് കിട്ടും. പ്ലസ് y² വിത്ത് ദ ഇൻ്റഗ്രൽ ഓഫ് y² വിത്ത് റെസ്പെക്ട് ടു y ഈസ് y³ എന്ന് കിട്ടും. ദ ലിമിറ്റ് ഈസ് 0 ടു 1. ഇവിടെ y മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നിലധികം വേരിയബിൾസ് വരുന്ന സമയത്ത് ഞാനിവിടെ എഴുതിയതുപോലെ ആ വേരിയബിളുകളുടെ ലിമിറ്റ് അങ്ങനെ തന്നെ x = 1 ആണ്, x = 1 ടു x = 2 എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക, നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില ആളുകൾ ഇത് എഴുതാതെ പോയി കഴിഞ്ഞാൽ ഇവിടെ വൈക്കൊക്കെ ലിമിറ്റ് ചിലപ്പോൾ മറന്ന് കൊടുത്തു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ ഇതുപോലെ തന്നെ ഈ വേരിയബിൾസും കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ എഴുതുന്ന നിർബന്ധമില്ല, പക്ഷേ ഇങ്ങനെ എഴുതുന്നതാണ് വളരെ നല്ലത്. ഇനിയും ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്തേക്കാം. നമുക്ക് 7/3 1 ആണ് ഇവിടെ ലിമിറ്റ് വരുന്നത്. ദാറ്റ് ഈസ് 7/3 ഇൻറ്റു 1 പ്ലസ് 1³ ദാറ്റ് ഈസ് 1/3 മൈനസ് 0 ഇൻറ്റു 0 മൈനസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 7/3 പ്ലസ് 1/3 ഈക്വൽ ടു 8/3. 8/3 is the integral of the given function x² plus y² in the given regions. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റൻറ്റ് ലിമിറ്റുകൾ വരുന്ന സമയത്ത് ചെയ്യുന്നതാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r xy dx dy where r is the region x² plus y² less than or equal to a². ഓൾസോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇവിടുത്തെ പ്ലെയിൻ റീജിയൻ തന്നിരിക്കുന്നത് x² plus y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു a² എന്ന് പറയുന്ന റീജിയനാണ്. x² plus y² ഈക്വൽ ടു a² എന്ന് പറയുന്ന റീജിയൻ നമുക്കറിയാം. എന്താണെന്നറിയാം. ദാറ്റ് ഈസ് ദ സർക്കിൾ ഹാവിങ് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് a. ഇതാണ് നമുക്ക് x² plus y² എന്ന് പറയുന്ന സർക്കിളാണ് ഈ കാണുന്നത്. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന റീജിയനാണ്, മൊത്തത്തിൽ വരുന്ന റീജിയനാണ് നമുക്ക് x² plus y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു a² എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ x = a, ഇവിടെ y = a ആയിരിക്കും, ഇവിടെ x = -a, ഇവിടെ y = -a എന്നാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഈ ഒരു സർക്കിളിനെയാണ് നമ്മൾ x² plus y² ഈക്വൽ ടു a² എന്ന് കിട്ടുക. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ റീജിയനും കൂടെ വരും. ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട്, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇങ്ങോട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമുക്ക് റീജിയൻ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മൊത്തം റീജിയൻ ഇവിടെ വരുന്നില്ല. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഈ ഒരു പോർഷൻ മാത്രം, സർക്കിളിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ, ഈ റീജിയൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഈ R എന്ന റീജിയൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഇനീക്വാളിറ്റികളായിട്ട് ഇവയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നേരത്തെ നമ്മൾ എഴുതിയതുപോലെ അതെങ്ങനെയാണ് എഴുതുക എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ഒന്നുകിൽ ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രിപ്പ് ആ റീജിയനിൽ ഇതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇതുപോലെ ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇനി ചെയ്യുന്നത്, ഇവിടെ എക്സിൻ്റെ വേരിയേഷൻ എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് വൈയുടെ വേരിയേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ടറിയാം എക്സ് വേരി ചെയ്യുന്നത് 0 to a ആണ് എന്നുള്ളത്. കാരണം ഇവിടെ 0 0 to a0 എന്നാണ് നമ്മുടെ പോയിന്റുകൾ കാണാൻ കഴിയുക. സോ വി ക്യാൻ റൈറ്റ് ദ r ഈസ് determined by 0
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. കാരണം 0 മുതൽ എ വരെ മാത്രമേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ റീജിയൻ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ വേരി ചെയ്യുന്നുള്ളൂ. ഇനി ഇത്രത്തോളം ഉണ്ടായിരുന്നെങ്കിലോ -a to a എന്ന് നമുക്ക് എഴുതേണ്ടി വരുമായിരുന്നു. കാരണം അവിടുത്തെ വേരിയേഷൻ ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ട്. പക്ഷെ നമുക്കിവിടെ 0 മുതൽ എ വരെ മാത്രമേ എക്സ് വേരി ചെയ്യുന്നുള്ളൂ. ഇനി അതനുസരിച്ച് ഈ വൈയുടെ വാല്യൂ വേരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയേണ്ടത്. വൈ എക്സ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഇത് അവിടെ എത്തും, പിന്നെ അടുത്ത പോയിന്റിൽ കുറയും, പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുറയും. അപ്പോൾ ഈ കാണുന്ന പോയിന്റ് ഇവിടെ നമുക്ക് വൈ ഈക്വൽ ടു 0 ആണല്ലോ ഈ സ്ട്രേറ്റ് ലൈനിൽ എല്ലായിടത്തും. ഇനി മുകളിലാണെങ്കിലോ, മുകളിൽ നമ്മുടെ വൈയുടെ വേരിയേഷൻ അല്ലെങ്കിൽ വൈയുടെ റേഞ്ച് മനസ്സിലാക്കുന്നത് ഈ കാണുന്ന കർവിൻ്റെ പോയിന്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആദ്യം 0 മുതൽ പിന്നെ ഏത് വരെ വരുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഈ കാണുന്ന ഇനീക്വാളിറ്റി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് വൈ അല്ലേ അറിയേണ്ടത്. ഹിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ളതാണ്. സോ വി ഗെറ്റ് വൈ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കാം. സോ വി ക്യാൻ റൈറ്റ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയാം. സോ വൈ വേരീസ് ഫ്രം 0 ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് എക്സ് ഈക്വൽ ടു എക്സ് ബിറ്റ്വീൻ 0 ആൻഡ് എ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ടൈപ്പ് 1 റീജിയൻ്റെ ഒരു ഫോമിലായിട്ടില്ലേ? കാരണം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നും, അതുപോലെ നേരത്തെ വൈയുടെ കാര്യത്തിൽ നമ്മൾ എഴുതിയതുപോലെ G1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു G2 എന്ന് പറയുന്ന ഫോമിലാണ് ഈ കാണുന്ന കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ ഇനീക്വാളിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനി ഈ ഇൻ്റഗ്രലിനെ ചെയ്യുകയാണ് വേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എ ആൻഡ് ഇൻ്റഗ്രൽ y equal to 0 to y equal to root of a square minus x square into of xy. നമുക്കിവിടെ ആദ്യം ചെയ്യുന്നത് വൈയിലാണ്, കാരണം എക്സിന് ഇവിടെ കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ് വരുന്നത്, വൈക്കാണ് വേരിയബിൾ ലിമിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡി വൈ ഡി എക്സ് എന്ന് വേണം ചെയ്യാൻ. ഓക്കെ, ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എ. നമുക്കിനി ഇവിടെ വൈയിലൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ലേ? സോ വി ക്യാൻ റൈറ്റ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 ഫോർ ദ ലിമിറ്റ് വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ടിനെ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എ എക്സ് ഇൻറ്റു, ആദ്യം നമുക്ക് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്, അപ്പോൾ അതിൻ്റെ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. നെക്സ്റ്റ് മൈനസ് 0 ആണ്, അപ്പോൾ ഇവിടെ 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 ആയി മാറും, ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എ x into root of a square minus x square all square equal to a square minus x square divided by 2 dx. That is integral x equal to 0 to a x into a square, നമുക്ക് 1/2 ആണെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു എ സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് കിട്ടും. That is equal to 1/2 into integral of a square x with respect to x, that is a square into x square by 2 minus x cube, the integral of x cube is x raised to 4 divided by 4
ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എക്സിനാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് എക്സ് എ, ദാറ്റ് ഈസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു എ ആകുമ്പോൾ എ റേസ്ഡ് ടു 4/4 മൈനസ് രണ്ടും 0 ആണ്. അപ്പോൾ 0 മൈനസ് 0 എന്ന് കിട്ടും, 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ റേസ്ഡ് ടു 4/2 മൈനസ് എ റേസ്ഡ് ടു 4/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ നമുക്ക് എ റേസ് ടു 4/2 മൈനസ് എ റേസ് ടു 4/4 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1/4 എ സ്ക്വയർ ഓർ എ റേസ്ഡ് ടു 4/4 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ദ റിസൾട്ട് ഈസ് എ റേസ്ഡ് ടു 4/8 എന്ന് റിസൾട്ട് കിട്ടും. ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ കാര്യം തന്നെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചും ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ കണ്ട റീജിയൻ, ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആ റീജിയൻ. അതിൽ നമ്മൾ എടുത്തത് നേരത്തെ വെർട്ടിക്കൽ സ്ട്രിപ്പായിരുന്നു. നമ്മൾ എടുക്കുന്നത് ഇനി ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണെന്ന് വിചാരിക്കുക. ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് എടുക്കുന്നതെങ്കിലും നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് കാണാൻ പറ്റുക ഇത് y വേരിയേഷനാണ്. y 0 ടു a ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി നമുക്കിവിടെ എക്സിൻ്റെ ബൗണ്ടറി ആണ് അറിയേണ്ടത്. എക്സ് ഏത് മുതൽ ഏതുവരെ വേരി ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. ഇവിടെ ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് കിട്ടും. അതായത് ഇവിടെ ടൈപ്പ് 2 റീജിയൻ്റെ രൂപത്തിലേക്കാണ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആൻഡ് സിംപ്ലിഫൈ ദ inequality x square plus y square is less than or equal to a square for x. Similarly നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയാണ് കാണുക. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ റീജിയനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നായി മാറും. നേരത്തെ എക്സ് സ്ക്വയർ ആയിരുന്നു, വൈ സ്ക്വയർ എന്നായി. സ്ട്രിപ്പ് മാറ്റി എടുത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഇൻ്റഗ്രൽ ഇങ്ങനെ എഴുതാം. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു എ എന്നായി മാറും. നേരത്തെ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എ ആയിരുന്നു. ആൻഡ് ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് വൈ, നമ്മൾ നേരത്തെ y ആയിരുന്നു എടുക്കുന്നത്, ഇവിടെ ഡി എക്സ് ഡി വൈ എന്നായി മാറും. ഇനി സിമിലർലി വി ക്യാൻ ഇൻ്റഗ്രേറ്റ്. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം. ജസ്റ്റ് ഒരു വ്യത്യാസം, ഇവിടെ വേരിയബിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയെന്നുള്ളൂ. ഇവിടെ വേരിയബിൾ ടൈപ്പ് ലിമിറ്റ് ഉള്ളത് നമുക്ക് എക്സിനാണ്. അപ്പോൾ ആദ്യം എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പിന്നീട് കോൺസ്റ്റൻറ്റ് ലിമിറ്റിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോഴും നമുക്ക് കിട്ടുന്നത് അവസാനം എ റേസ്ഡ് ടു 4/8 തന്നെ കിട്ടും. ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറയുക. കിട്ടേണ്ടതാണ്, വേറെ വ്യത്യാസങ്ങളൊന്നും വരാത്തത് കൊണ്ട് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഡബിൾ ഇൻ്റഗ്രലിൽ കോൺസ്റ്റൻറ്റ് ലിമിറ്റുകൾ മാത്രം വരുന്ന സമയത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വേരിയബിൾ ടൈപ്പ് ലിമിറ്റ് വരുന്ന സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കുക. സ്വന്തമായിട്ട് ചെയ്തു നോക്കുക, എങ്കിലേ ഇത് ഓർമ്മയിലിരിക്കുകയുള്ളൂ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് കാണാം. പ്രോബ്ലം 1 കണ്ട, ഇവിടെ രണ്ടും കോൺസ്റ്റൻറ്റ് ലിമിറ്റുകളാണ്. ഇനി അടുത്തത് ഇവിടെ പ്രോബ്ലം 2, അതും കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ്. പക്ഷേ പ്രോബ്ലം 3 കണ്ട, വേരിയബിൾ ടൈപ്പ് വരുന്ന ലിമിറ്റുകൾ. പ്രോബ്ലം 3ൽ ഈ 2 എക്സാമ്പിൾസും ഈ 3 എക്സാമ്പിൾസും ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത കിട്ടും, നല്ലൊരു ധാരണ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇത് രണ്ടും കൂടെ ചെയ്യുക. ഓക്കെ, ഇത് ചെയ്തിട്ട് അസൈൻമെൻ്റ് ആയിട്ട് അയച്ചു തരികയും കൂടി ചെയ്യുക. എന്നാൽ അവർക്കൊക്കെ അറ്റൻഡൻസ് നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.